നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി കഴിക്കേ. എനിക്ക് വിശപ്പില്ല മോളെ. ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വാശി കാണിക്കേണ്ടത് ഗിരിയേട്ടനോടാ, അല്ലാതെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനോടല്ല. നിനക്ക് എന്റെ അവസ്ഥ മനസ്സിലാവില്ല. ഗിരിയേട്ടൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്നോടുള്ള ദേഷ്യത്തിന് ഇറങ്ങിപ്പോയതാ. എന്ത് ചെയ്യാണെന്ന് ആർക്കറിയാം? ഇത്രയും കാര്യത്തിലുള്ള ആള് പിന്നെ എന്തിനാ ഗിരിയേട്ടനോട് ദേഷ്യപ്പെടാൻ പോയത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അച്ഛനെ കൊന്ന ഗോപാലിന്റെ കൂടെ എന്റെ ഭർത്താവ് ജോലി ചെയ്യുന്നത് കൈയും കെട്ടി ഞാൻ നോക്കി നിൽക്കണോ? അയാള് ഗിരിയേട്ടന് മുന്നിൽ വെച്ചാ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത്. എന്നിട്ടും അയാൾക്ക് വേണ്ടി ഗിരിയേട്ടൻ വീണ്ടും ജോലി ചെയ്യാൻ പോകുമ്പോ ഞാൻ പ്രതികരിക്കാതെ നിൽക്കണോ? ആദ്യമേ ചേച്ചിക്ക് ഗിരിയേട്ടനോട് സ്നേഹമാണോ ദേഷ്യമാണോ എന്ന് തീരുമാനിക്ക. എനിക്ക് ഗിരിയേട്ടനോട് സ്നേഹമില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഗിരിയേട്ടനത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ തീരുമാനിച്ചത്. ഞാൻ വഴക്ക് കൂടിയാലെങ്കിലും ഗിരിയേട്ടൻ മാറുമെന്ന് എന്റെ പ്രതീക്ഷ. അങ്ങനെ ഗിരിയേട്ടൻ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാഷയുടെ കാര്യത്തിലെ ഗിരിയേട്ടനൊട്ടും പുറകിലല്ലോ. എടീ, ഇതെന്റെ അവസാനത്തെ ശ്രമം. എന്റെ കുഞ്ഞ് ജനിക്കുമ്പോ ഗോപാലിനെ പോലൊരു ചെകുത്താന്റെ അടിയാളായി അതിന്റെ അച്ഛൻ നടക്കരുത്. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഗോപാലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണമെന്നാ എന്റെ വാശി. അതിന് തടയായി ഗിരിയേട്ടൻ തന്നെ നിൽക്കുമെന്ന ഇപ്പൊ എന്റെ പേടി.